നേരത്തെ കൊൽക്കത്ത നിയമസഭാ മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ച സിപിഎം നേതാവ് ജ്യോതി ബസുവിന്റെ മൃതദേഹത്തിൽ 10,000 അന്ത്യാഞ്ജലി അർപ്പിച്ചു. യുപി അധ്യക്ഷ സോണിയാഗാന്ധിയും കേന്ദ്രമന്ത്രി പ്രണബ് മുഖർജിയും ആദരാഞ്ജലികൾ അർപ്പിച്ചു. പ്രിയ നേതാവിനെ അവസാനമായി കാണാൻ നിയമസഭാ മന്ദിരത്തിലേക്ക് വൻ ജനപ്രവാഹമായിരുന്നു. നേതാക്കളും മറ്റ് പ്രമുഖരും വേദിയിലാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതെങ്കിൽ സാധാരണക്കാർക്ക് താഴെയാണ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. മുൻ നിശ്ചയിച്ചതിലും 1 മണിക്കൂർ വൈകി 11 മണിയോടെയാണ് ജ്യോതി ബസുവിന്റെ മൃതശരീരം നിയമസഭാ മന്ദിരത്തിൽ കൊണ്ടുവന്നത്. തുടർന്ന് കരസേനാംഗങ്ങൾ ദേശീയ പതാക പുതപ്പിച്ചു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ എന്നിവർക്ക് വേണ്ടി പുഷ്പചക്രം സമർപ്പിച്ചു. അതിനുശേഷമാണ് നേതാക്കളും മന്ത്രിമാരും അന്തിമോപചാരം അർപ്പിച്ചത്. നേതാക്കൾക്കും പ്രവർത്തകർക്കും പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും രണ്ടിടത്തും അണമുറിയാത്ത പ്രവാഹമാണ്. തേങ്ങലോടെ ബംഗാൾ സാവധാനം പ്രിയ നേതാവിന് വിട നൽകുകയാണ്. നിയമസഭാ മന്ദിരത്തിൽ നിന്നും ക്യാമറമാൻ സുമേഷിനൊപ്പം ടി ജെ ശ്രീലാൽ, മനോരമ.